ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ പത്മജയ്ക്ക് BJP-യിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും പാലത്തിന്റെ കാര്യമില്ല, അതിനുള്ള കാര്യപ്രാപ്തിയെങ്കിലും പത്മജയ്ക്കുണ്ട് ഇല്ലേ? ഇത് ബെഹ്റ മാത്രമല്ല, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ആ പോക്കെന്ന് ആവർത്തിച്ച് ആരോപിക്കുക വഴി കരുണാകരന്റെ മകൾ പോയതിന്റെ സങ്കടം അല്ലെങ്കിൽ അതുണ്ടാക്കിയ ക്ഷതം ഒരു ഡാമേജ് കൺട്രോൾ ഡയലോഗ് എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ചാമക്കാല സത്യത്തിലെ ആരോപണത്തിൽ? ഹാഷ്മി നോക്കൂ, ഇത്തരത്തിൽ ഒരു മുൻ DGP-ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുക, ഒരു ആക്ഷേപം ഉന്നയിക്കുക, വെറുതെ ഉന്നയിക്കുക, അതും പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവായിരുന്ന ശ്രീ K. കരുണാകരൻ്റെ മകൾ ഈ പാർട്ടി വിട്ടു പോയപ്പോൾ അവർ BJP-യിലേക്ക് ചേർന്നപ്പോൾ അതിന് പാലം ഉണ്ടാക്കിയത്, ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് സംസ്ഥാനത്തിൻ്റെ മുൻ DGP ആയിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റയാണ് എന്ന് പരസ്യമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ശ്രീ പത്മജ വേണുഗോപാലിൻ്റെ സഹോദരൻ ശ്രീ K. മുരളീധരൻ MP-യും ഉൾപ്പെടെയുള്ളവർ പരസ്യമായി കേരളീയ സമൂഹത്തോട് പറയുമ്പോൾ അത് ആരെങ്കിലും ഒരാളെ ചാരി രക്ഷപ്പെടാനല്ലോ. ഇവിടെ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് പോയതുകൊണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടമുണ്ടാവും നഷ്ടമുണ്ടാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങൾ അതിനെ ഗൗരവത്തിൽ കാണുന്നില്ല. ശ്രീ K. കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പാർട്ടിയിൽ നൽകാൻ കഴിയുന്ന എല്ലാ സ്ഥാനങ്ങളും നൽകിയിരുന്നു, എല്ലാ പദവികളും നൽകിയിരുന്നു. അതിന് ആർക്കും ആക്ഷേപമുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് കൃത്യമായൊരു കാരണം പോലും പറയാനില്ലാതെയാണ് ഏറ്റവും അവസാനം അവർ പാർട്ടി വിട്ടു പോയത്. അപ്പോൾ ആ പാർട്ടി വിട്ട് BJP-യിൽ ചേരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അന്വേഷിക്കാനും കണ്ടെത്താനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുതിർന്ന നേതാക്കന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. തെളിവ് കയ്യിലുണ്ട് എന്ന് പറയുന്നതിനപ്പുറം ആ തെളിവ് പുറത്തേക്ക് വിടണം. അതിനപ്പുറം പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകാൻ ഒരു മുൻ DGP-യുടെ ഇടനില ആവശ്യമുണ്ടോ? നമ്മൾ യുക്തിഭദ്രമായി ആലോചിച്ച് നോക്കൂ. പത്മജയ്ക്ക് BJP-യിലേക്ക് പോകണം എന്ന ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോഴത്തെ BJP എന്ന് പറഞ്ഞാൽ അത്തരം നേതാക്കളെ നോക്കിയിരിക്കുന്ന BJP അപ്പം തന്നെ കൊത്തിക്കൊണ്ട് പോവില്ലേ? അതിനിടനിലയായി ഒരു ബെഹ്റ പാലം പണിയേണ്ട കാര്യമുണ്ടോ? നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നത് BJP-യുടെ സംസ്ഥാന നേതൃത്വം ഒരു ഘട്ടത്തിലും അറിഞ്ഞിരുന്നില്ല എന്ന് നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ശ്രീ ലോക്നാഥ് ബെഹ്റയുടെ ഇടപെടലുകളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ റീഅപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും ഒക്കെ നമുക്കറിയാമല്ലോ. ഒട്ടുമിക്ക സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും IAS IPS ഉദ്യോഗസ്ഥരും അവരുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു താവളം കണ്ടെത്തുന്നുണ്ട്. താവളം കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു പ്രവർത്തിക്കാറുള്ളത് എന്നൊക്കെ നമുക്കറിയാം. എന്നാലും എക്സെപ്ഷണൽ കേസസും ഉണ്ട്. ഇവിടെ ശ്രീ ലോക്നാഥ് ബെഹ്റയെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുടെ കളിത്തോഴനായിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി ശ്രീ നരേന്ദ്രമോദിയുമായി നല്ല ആത്മബന്ധത്തിലായിരുന്നു, അമിത്ഷായുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ DGP ആക്കിയതിനെക്കുറിച്ച് അന്ന് തന്നെ വിമർശനമുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ, ഇവിടെ പോലീസിൻ്റെ മോഡേണൈസേഷൻ ആയാലും അതുപോലെ തന്നെ മോൻസൺ മാവുങ്കലിന് പരിധി വിട്ട് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പോലീസ് തന്നെ മോൻസൺ മാവുങ്കലിനെ വെള്ളപൂശി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രീ K. സുധാകരനെതിരെ മാത്രം കേസെടുക്കുകയും ഈ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഏറെ പ്രിയപ്പെട്ടവൻ, റിട്ടയർ ചെയ്തതിന് ശേഷവും വളരെ പരമപ്രധാനമായ CMRL-ന്റെ കൊച്ചിൻ മെട്രോയുടെ MD ആയി വെച്ചിട്ടുള്ള ആൾ, അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഒരാളെ കണ്ടെത്തി, ഒരാളെ എന്താ പറയുന്നത്, പുള്ളി കുത്തി അദ്ദേഹമാണിതെന്ന് പറയുകയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കൃത്യമായ വ്യവസ്ഥകളുണ്ട്, അറിയാൻ മാർഗമുണ്ട്, ഞങ്ങളുടെ ഈ തെളിവുണ്ട്. ആ തെളിവ് വേണ്ടപ്പെട്ട സമയത്ത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞാൽ പോരായിരുന്നു. അല്ല, അത് പറയുക വരട്ടെന്നേ, ഒന്ന് കാത്തിരിക്കൂ. മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു ആശങ്കയും ഉണ്ടായി. സംസ്ഥാനത്ത്